നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വടകര ലോക്സഭാ മണ്ഡലമായിരിക്കും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞാൽ അത് CPM-നെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിലോ? ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ BJP-യുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നതായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുക. 2019 BJP-ക്ക് ലഭിച്ച വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കോലി സഖ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുക എന്ന് തന്നെ പറയേണ്ടി വരും. വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ അതിലേറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് BJP ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഷാഫി പ്രതിനിധീകരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും BJP-യാണ്. കേവലം 3863 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് അവിടെ ഷാഫിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ BJP-ക്ക് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വളരെ കൂടുതലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. BJP-യുടെയും RSS-ൻ്റെയും കേഡർ വോട്ടുകൾ വടകരയിൽ ഷാഫിക്ക് അനുകൂലമായി ലഭിച്ചു എന്ന CPM വിലയിരുത്തൽ. ആ CPM-ൻ്റെ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പ്രസക്തമാകുന്നത് ഇവിടെയാണ്. നേമത്ത് CPM പൂട്ടിച്ച BJP അക്കൗണ്ട് പാലക്കാട്ട് തുറക്കാൻ BJP ഇപ്പോൾ തന്നെ കരുക്കൾ നീക്കി എന്ന് CPM പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ ആ വാദം തള്ളിക്കളയാൻ എന്തായാലും കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷാഫിക്ക് BJP-യുടെ വോട്ട് ലഭിച്ചെന്ന് തെളിഞ്ഞാൽ അത് കോൺഗ്രസിനെ മാത്രമല്ല UDF-നെയും ശരിക്കും വെട്ടിലാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് 2025. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ വിലയാണ് UDF-ന് നൽകേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടിയിരിക്കുന്നു. വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന ഗുരുതര ആരോപണം UDF സ്ഥാനാർത്ഥിക്കെതിരെ നിലനിൽക്കുന്നതിനാൽ തന്നെ, അതായത് ഷാഫി പറമ്പിൽ വിജയിച്ചാലും ആ ജയം കോടതി കയറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും പിന്നാക്കം പോകാൻ അല്ലെങ്കിൽ അതിൽ നിന്നും എളുപ്പത്തിൽ തലയൂരാൻ UDF നേതൃത്വത്തിന് കഴിയുകയില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. രാഷ്ട്രീയ വിഷയങ്ങൾക്കും അപ്പുറം മതപരമായിട്ടുള്ള സ്വാധീനം അത് ഇത്തവണ വടകരയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വടകരയിൽ പ്രകടമായതാണ് എന്ന് CPM വിലയിരുത്തുന്നുമുണ്ട്. ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള പ്രചാരണം ഷാഫി പറമ്പിൻ്റെ അറിവോടെയാണ് എന്ന കാര്യത്തിലും CPM നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് ശൈലജ ടീച്ചർക്ക് വീണ്ടും വിജയിക്കുവാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കഴിഞ്ഞാൽ അതൊരു പുതിയ ചരിത്രമായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വടകരയിൽ ഷാഫി പരാജയപ്പെട്ടാൽ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷാഫിയുടെ ഇമേജിനെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ സകല അടവുകളും ഷാഫി ഇപ്പോൾ പയറ്റിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇവിടെ നമുക്കറിയാമല്ലോ, ഇരു മുന്നണികളുടെയും വാശിയേറിയിട്ടുള്ളൊരു മത്സരം നടന്ന മണ്ഡലമാണ് വടകര. ആ വടകരയെ പ്രവചനാതീതമാക്കിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒരു തരംഗവുമില്ലാതെ നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്. ഇപ്പോൾ നടന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തും പോലെ വേറെ പ്രത്യേകിച്ച് ഗിമിക്കുകളൊന്നും നടക്കാൻ പോകുന്നത്, അതായത് രാഹുൽ എഫക്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അടക്കം കുത്തനെ കുറയുവാനുള്ള സാധ്യത വളരെ വലുതുമാണ്. കാരണം 2019 UDF-ന് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ ആ വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത് ഇത്തവണ ആവർത്തിക്കുവാൻ സാധ്യതയില്ല. അത്തരത്തിലൊരു സ്ഥിതിവിശേഷമൊന്നും ഇവിടെ ഇപ്പോൾ കേരളത്തിലില്ല. എങ്ങനെ കിഴിച്ചു നോക്കിയാലും നമുക്ക് ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് പറയേണ്ടി വരുന്നത്. കാരണം പുറത്തു വരുന്ന നിഷ്പക്ഷ വിലയിരുത്തലുകളും ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 2019 നേടിയ ഒരു സീറ്റിൽ നിന്നും എത്ര മുന്നോട്ട് പോയാലും അത് CPM-നെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. കാരണം ലോക്സഭയിൽ ഒരു സീറ്റ് ഉള്ളപ്പോൾ, അങ്ങനെ ഒരു സീറ്റ് ഉള്ളപ്പോൾ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 99 സീറ്റുകളോടുകൂടി വലിയ വിജയം, ഒരു വൻപം ഭൂരിപക്ഷം നേടി തുടർഭരണം ഇടതുപക്ഷം സാധ്യമാക്കിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനൊന്നോട് ചേർന്നാലും ഒരു കുഴപ്പമില്ല. ഇത്തവണ 12 സീറ്റുകളാണ് ഇടതുപക്ഷം വിജയം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, ആലത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, ചാലക്കുടി, പത്തനംതിട്ട, മാവേലിക്കര, ആറ്റിങ്ങൽ മണ്ഡലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് CPM-ൻ്റെ കണക്കുകൾ പ്രകാരം 10-ൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് ലഭിച്ചാൽ UDF-ൽ വലിയ പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് CPM-ൻ്റെ വിലയിരുത്തൽ. മുസ്ലിം ലീഗിനും പിന്നെ ആ മുന്നണിയിൽ തുടരാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ CPM വല്ലാതെ അങ്ങ് കണക്കുകൂട്ടുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. CPM-ന് അത്തരത്തിലുള്ള ചിന്തകളുണ്ട്. BJP കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ അടുപ്പം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന BJP സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗം
അത്തരത്തിലുള്ള ഒരു വിഭാഗവും തുഷാറിൻ്റെ കനത്ത പരാജയം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ BDJSൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്നല്ലാതെ അത് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ അവരൊരു വോട്ട് ബാങ്ക് അല്ല എന്നറിയിക്കണം. അത് തുഷാറിന് ഇത്തവണ ലഭിക്കുന്ന വോട്ടിൻ്റെ എണ്ണം അത് കണക്കാക്കിയായിരിക്കും BJP അണികളടക്കം BDJSനെ വിലയിരുത്തുക. അതുകൊണ്ട് തന്നെ മിക്കവാറും BJP എന്ന് പറയുമ്പോൾ BJPയുടെ വോട്ടുകൾ തുഷാറിൻ്റെ പെട്ടിയിലേക്ക് വീഴുവാനുള്ള സാധ്യത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയപ്പെടുന്നത് അത് തന്നെയാണ്. കാരണം BDJSൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മറ്റു മണ്ഡലങ്ങളിലെ അവസ്ഥയുമൊക്കെ ഏകദേശം ഇത് തന്നെയാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അങ്ങനെ തന്നെ സംഭവിക്കൂ. താമരയിൽ കുത്തേണ്ട പരാതിയിൽ മാത്രമേ കുത്തത്തുള്ളൂ. പത്തനംതിട്ടയിൽ PC ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം തട്ടിത്തെറിപ്പിക്കുവാൻ ഇടപെട്ട തുഷാറിനെ ഈ കോട്ടയത്തെ BJPക്കാർ പാഠം പഠിപ്പിച്ചു എന്ന് തന്നെയാണ് താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടുകളെന്ന് പറയപ്പെടുന്നത്. കാരണം PCയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള തുഷാറിൻ്റെ ശ്രമം പരാജയപ്പെട്ടു. തൃശ്ശൂരിൽ വിജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന BJP തിരുവനന്തപുരത്തും വലിയ വിജയസാധ്യതയാണ് കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഈ പാലക്കാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട് മണ്ഡലത്തിൽ ഇവിടെയൊക്കെ വോട്ട് ശതമാനം കുത്തനെ വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ BJPക്ക് വല്ലാതെ ഉണ്ട്. BJP സംസ്ഥാന നേതൃത്വത്തിന് അങ്ങനെ ഒരു ആശയമുണ്ട്. കാരണം ഈ ബാക്കി 4 നിയോജകമണ്ഡലങ്ങളും കുത്തനെ ഉയർന്നു വരാം. അതേസമയം കഴിഞ്ഞ തവണ വലിയ തോതിൽ വോട്ട് നേടിയ പത്തനംതിട്ടയിൽ വൻ പ്രഹരം കിട്ടുമെന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ നേതൃത്വത്തിനുണ്ട്. കാരണം അവിടെ ഈ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിലുള്ള ഒരു അതൃപ്തി, അതിൽ അനിൽ ആൻ്റണിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ഇവയൊക്കെ പത്തനംതിട്ടയിൽ BJPക്ക് തിരിച്ചടിയാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ടയുടെ കാര്യത്തിലും വലിയ പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്കിനാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് അവിടെ പത്തനംതിട്ടയിലുള്ളത്. ആലപ്പുഴയിൽ നടക്കുന്ന ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരവും ഇടതുപക്ഷത്തെ തുണയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂരിൽ പൂരം വിവാദം ഉൾപ്പെടെയുള്ളവ നേട്ടമാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ BJP ഉണ്ട്. പക്ഷേ അവിടെയും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമായതിനാൽ തന്നെ ഒരു പ്രവചനം അസാധ്യമാണ് തൃശ്ശൂരിൽ പോലും. കാരണം കോൺഗ്രസിന് വളരെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇടതുപക്ഷത്തിന് സാധ്യത ഏറെയാണ് എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഇടത് കേന്ദ്രങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ 20-20 നേടുമെന്ന അവകാശവാദത്തിൽ നിന്നും UDF പിന്നാക്കം പോകുന്നുണ്ട്. അല്ലെങ്കിൽ UDFിൻ്റെ നേതൃത്വം ഇപ്പോൾ പിന്നോട്ട് പോയിട്ടുണ്ട്. സമസ്തയുടെ നിലപാട് ഏതു രൂപത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിലൊക്കെ നേതാക്കൾക്കിടയിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, പാലക്കാട് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം വിജയിച്ചാൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ സമസ്തയുടെ കരങ്ങൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉറപ്പിക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങളടക്കം പറയുന്നത്. അപ്പോൾ സമസ്തയുടെ ഒരു ഇടപെടൽ, ആ ഇടപെടലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയായേക്കാം. ചില മണ്ഡലങ്ങളിൽ വളരെ വലിയ തോതിലുള്ള വോട്ട് BJP പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ആലപ്പുഴ, തിരുവനന്തപുരം, മറ്റൊന്ന് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം, പാലക്കാട്, ഇവിടങ്ങളിലൊക്കെ വളരെ വലിയ ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ കഴിയുന്ന തരത്തിൽ വോട്ട് ഷെയർ നേടിയെടുക്കുവാനുള്ള സാധ്യത BJPക്കുണ്ട്. മറ്റൊന്ന് തൃശ്ശൂരും വയനാടും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും ഒപ്പം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും മത്സരിക്കുന്ന തൃശ്ശൂരിലും വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് പറയാം. അവിടെയും UDFന് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമുള്ള ചില മണ്ഡലങ്ങളാണ് അത്. ഈ വടകരയിലും കോഴിക്കോടും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് ഇടതുപക്ഷം. വടകരയിൽ പ്രവചനങ്ങൾക്ക് അതീതമാണ് അവിടുത്തെ വോട്ട് പോളിംഗ് നടന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ശരിയാകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ ഇനിയുമുണ്ട്. ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലങ്ങളിലൊന്ന് വടകരയായിരിക്കും. അവിടെ ഈ വർഗീയ വിഷയമൊക്കെ തുപ്പിക്കൊണ്ടുള്ള വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ലാപ്പിൽ നടക്കുകയുണ്ടായി. എന്തായാലും 20-20 എന്നുള്ള UDFിൻ്റെ ഒരു പ്രവചനമുണ്ടായിരുന്നു. പക്ഷേ അത് എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFന് ലഭിക്കാൻ സാധ്യത എന്ന് പറയപ്പെടുന്നത് 14 സീറ്റുകളായിരിക്കും. അതിൽ മുകളിലേക്ക് വരുന്നത് അത്ഭുതങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.